അപ്പനെ ഇത് ഹീറോയിസം കാണിക്കേണ്ട സ്ഥലമല്ല, ഗെയിം എത്തിക്സോട് കൂടിക്കളിച്ച് കാണിക്കേണ്ട ഒരു സ്ഥലമാണ്. ഇത് ബിഗ് ബോസ് സീസൺ 7 പ്ലാറ്റ്ഫോമാണ്. ഹീറോയിസം വെളിപാടിന്റെ പുസ്തകത്തിലെ പോലത്തെ പഞ്ചിടായാലും ആരടാ ഇരിക്കടാ നിക്കടാ എന്നൊക്കെ പറഞ്ഞ് മീശയും പിരിച്ച് നോ മോനെ നടക്കില്ല, അതൊക്കെ മടക്കി ചുറ്റി പുറത്തിട്ടിട്ട് തന്നെ അകത്തോട്ട് വന്നാൽ മതി. ഇത് കേൾക്കുമ്പോൾ അപ്പാനുടെ ഫാൻസിനെ വലിച്ച് മൂക്കി കയറ്റിയാലും എനിക്ക് വിഷയമില്ല. കാരണം എന്ന് വെച്ചാൽ മാന്യമായ രീതിയിൽ സംസാരിക്കണം. അതിലോടും നോറോട് മോശമായിട്ട് രീതിയിൽ സംസാരിച്ചിട്ട് അവരെ വിളിച്ചിരുത്തി മാപ്പ് പറയലും നെഞ്ചു പൊട്ടിക്കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എപ്പോഴാണെന്നറിയാമോ, നൂറയുടെ ഗ്രാഫ്, ഇവരുടെ ഗ്രാഫ് അങ്ങ് പൊന്തിയപ്പോൾ പ്രേക്ഷകരെതിരായി എന്ന് മനസ്സിലായി കഴിയുമ്പോൾ അപ്പാനിയുടെ ഒരു കരച്ചിലുണ്ടായിരുന്നു. ഇപ്പൊ അഗെയിൻ മസ്താനി ലൈവിൽ പറയുന്നുണ്ട്, ഒരു വളരെ മോശമായ വെച്ച് തുടങ്ങുന്ന ഒരു തെറി വിളിച്ചു, അതെന്തായാലും വീക്കെൻഡ് എപ്പിസോഡ് പറയുന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. കാരണം അപ്പാനും മസ്താനും തമ്മിൽ നല്ല രീതിയിൽ ഫൈറ്റ് നടക്കുന്നുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നടക്കാനും വേറെ ഒന്നും കൊണ്ടല്ല, കൈ വയ്ക്കുമോ അടിക്കുമോ ഫിസിക്കൽ അസോൾട്ട് വന്നാൽ പുറത്താകുമല്ലോ എന്നുള്ളൊരു ഒറ്റ പേടിയുണ്ട് മാത്രം. അപ്പം ഇത് റെന ഫാത്തിമ കേൾക്കാൻ റെന ഫാത്തിമ പറയുകയും ചെയ്തത് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, മോശമാണെന്നുള്ളത്. ഓൾറെഡി കുറേ പ്രാവശ്യം സീസൺ തുടങ്ങിയപ്പോൾ തൊട്ട് ലാലേട്ടൻ വാണിംഗ് കൊടുക്കുന്നതാണ്, വേണ്ട മോനെ വേണ്ട മോനെ വേണ്ട മോനെ എന്ന്. ഇത്തവണ വന്നിട്ട് എന്താ മോനെ എന്നും പറഞ്ഞിട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോശമായ ഒരു സ്ത്രീയെ അങ്ങനെ വിളിക്കാമോ, വച്ചിട്ട് തുടങ്ങുന്ന ഒരു വാക്ക് തെറി അങ്ങനെ വിളിക്കാമോ, ഷോ ഓഫ് കാണിക്കാമോ, തോന്നിയ മാതിരി പറഞ്ഞിട്ട് പോയി നെഞ്ചുപൊട്ടി ഇരുന്ന് കരഞ്ഞിട്ട് അതൊന്നല്ല. അതൊരു ജഡ്ജ്മെന്റൽ പ്ലേസ് ആണ്. എടോ പോടോ എടി എടാന്ന് വിളിച്ചാൽ പോലും അവിടെ ഷൂട്ട് ഔട്ട് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ്, റിയാക്ട് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ്. അവിടെ വന്നിട്ട് ഇത്രയും വലിയ തെറി ലൈക്ക് തല്ലിപ്പോ. ഇത്തിരി ഗറ്റ്സും ഇത്തിരി നട്ടലൊക്കെ ഉള്ള പെൺപിള്ളേരാണ് അവിടെ വന്നിട്ട് തെറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാന്ന് നോക്കാന്നുണ്ടെങ്കിൽ അടിച്ചു പോകും. കാരണം ഗെയിം കളിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ഗെയിം കളിക്കുന്നു. ഇവർ കൈ പുറയിൽ കെട്ടുന്നത് ഫിസിക്കൽ അസോൾട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ്, കൈ ഓങ്ങാതിരിക്കാൻ വേണ്ടിയാണ് കൈ പുറയിൽ കെട്ടുന്നത്. അതേപോലെ തന്നെ നാവിൻ്റെ അടിയിലും പിന്നെ എന്തെങ്കിലും ചെറിയൊരു സ്റ്റിക്കറോ ഉപ്പുരസോ എന്തെങ്കിലും തേച്ചു കൊടുക്കണം. കാരണം സംസാരിക്കുമ്പോൾ തെറി വരാതിരിക്കാൻ വേണ്ടി, ആ തെറി വരുന്ന സമയത്ത് അങ്ങോട്ട് വിഴുങ്ങിക്കളയാൻ വേണ്ടിയിട്ട്. എന്തായാലും അപ്പനെ ഈ വീക്കെൻഡിൽ ലാലേട്ടൻ തൂക്കണം. കാരണം ഇനി ഇമാതിരി വൃത്തികെട്ട തെറികൾ അവിടെ സ്ത്രീകളുടെ അടുത്ത് നിന്നല്ല, അവിടെ ഒരു കണ്ടസ്റ്റന്റും ഒരാളുടെ അടുത്തും അങ്ങനെ മോശമായ രീതിയിൽ സംസാരിക്കാൻ പാടില്ല. അത് ആരുടെ അടുത്തും. അത് ദേഷ്യം വന്നാലും കൺട്രോൾ ചെയ്യണം, വാക്കുകൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഒരുപാട് പ്രാവശ്യം ലാലേട്ടൻ ഫയർ ചെയ്തിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ അക്ബറിന് കൊടുത്ത പോലെ തന്നെ നല്ല രീതിയിൽ ഫയർ അപ്പാനിക്ക് കൊടുക്കണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യുക.